നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ആരോപണം ഉയരുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾ ജയിലിൽ VS അനുസ്മരണം നടത്തിയതായി ആരോപണം. പക്ഷേ ഈ ആരോപണത്തെ ജയിൽ അധികൃതർ നിഷേധിച്ചു. ജയിൽ ചട്ടം ലംഘിച്ച് ജില്ലാ ജയിലിൽ രാഷ്ട്രീയ പരിപാടി നടത്തിയെന്നാണ് ആരോപണം ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം VS ഓർമ്മയായിട്ട് 1 വർഷമായിരുന്നു. പിന്നാലെയാണ് VS അനുസ്മരണ പരിപാടി ജയിലിൽ സംഘടിപ്പിച്ചത് എന്നാണ് ആരോപണം. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു, കോർപ്പറേഷൻ മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി ജയിലിൽ സംഘടിപ്പിച്ചതെന്നാണ് ആരോപണം. എന്നാൽ ജയിൽ അധികൃതരാകട്ടെ ഈ ആരോപണത്തെ നിഷേധിച്ചിരിക്കുകയാണ്. ജയിലിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്നതിന് വിലക്കുണ്ട്. അത്തരത്തിൽ വിലക്കുള്ളവയാണ് ചട്ടം ലംഘിച്ച് ഇങ്ങനെയൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് എന്ന രീതിയിലാണ് ആരോപണം ശക്തമാകുന്നത്. എന്തായാലും ജയിൽ അധികൃതർ അത് നിഷേധിക്കുന്നുണ്ട്. പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തുക എന്ന നീക്കത്തിലേക്ക് കടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഗുരുതര ചട്ടലംഘനം ജയിലിനുള്ളിൽ നടത്തിയിരിക്കുന്നത്. റിമാൻഡിലുള്ള ED ആക്രമണ കേസിലെ എല്ലാ പ്രതികളും അനുസ്മരണത്തിൽ പങ്കെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സംഭവം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയതായിട്ടാണ് വിവരം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. മുൻപെങ്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് ജയിലിൽ നടക്കുന്നതെന്ന ഒരു വിമർശനവും കൂടി നിലവിൽ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. തടവുകാർക്ക് മേൽനോട്ടമില്ലാതെ ഒരു മീറ്റിങ്ങോ അത് നടത്താനുള്ള മൗലിക അവകാശമില്ല. തടവറയുടെ സ്വഭാവം കൊണ്ട് തന്നെ ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നതാണെന്നിരിക്കെയാണ് CPM പ്രവർത്തകരായ പ്രതികൾ ഇത്തരത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, മേൽനോട്ടക്കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കപ്പെടും. CPM തടവുകാർക്ക് ജയിലിൽ വഴിവിട്ട സഹായങ്ങൾ കിട്ടുന്ന നേരത്തെ തന്നെ പല പ്രതികൾക്കും പല രീതിയിലുള്ള അനധികൃതമായിട്ടുള്ള സഹായങ്ങൾ കിട്ടുന്നെന്ന ആരോപണം. പല കേസുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരിക്കുന്ന CPM തടവുകാർക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിവാദവും കൂടി ഉടലെടുത്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികം. സംസ്ഥാന ഒട്ടടങ്ക അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടായി. VSന്റെ ആലപ്പുഴയിലെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തി. വീട്ടിൽ തയ്യാറാക്കിയ VSന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പിണറായി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ വലിയ ചുടുകാട്ടിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അനുസ്മരണ പരിപാടിയിൽ പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടിയെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റാൻ VS നിർണായക പങ്ക് വഹിച്ചെന്നും VSന്റെ പകരക്കാരനായി VS മാത്രമേ ഉള്ളൂവെന്നും പിണറായി പറഞ്ഞു. പാർട്ടി പത്രത്തിൽ VS അനുസ്മരണം അച്ചടിച്ചുവെന്ന വാരാന്ത പതിപ്പ് ഞായറാഴ്ച പുറത്തിറക്കാനാകാത്തത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഈ വിവാദങ്ങൾക്കിടെയാണ് പിണറായി VS എന്നെ അനുസ്മരിച്ചിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജയിലിലായിരിക്കുന്ന പ്രതികൾ ജയിലിനുള്ളിൽ VSന്റെ അനുസ്മരണം നടത്തി എന്നത് വളരെ വിവാദമായിരിക്കുകയാണ്. അതേസമയം നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. ഇപ്പോൾ ജയിലിലുള്ള ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. വിശദമായി നോക്കാം. ആ റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ആക്രമിച്ച കേസിൽ പ്രതികൾ ജാമ്യത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. 7 പ്രതികൾ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 7 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളിയത്. ശ്രീജിത്ത്, വിനീത്, അമൽ, ഷൈജു സലീം, അനിൽകുമാർ, നിഷാദ്, ദിനകർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. 50 ദിവസത്തിലേറെയായി പ്രതികൾ ജയിലിലാണെന്നും വധശ്രമം ചുമത്തിയെങ്കിലും തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. പക്ഷേ ആ വാദം കോടതിയിൽ വില പോയില്ല. ഇവരുടെ ജാമ്യാപേക്ഷ കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം തുടരുകയാണ്. പ്രതികൾ സഹകരിച്ചാൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാകുമെന്നും ഈ സമയത്ത് ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാർ വാദിച്ചു. ജാമ്യം നൽകുന്നതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനും എതിർത്തു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് ഗുരുതരമായ വിഷയമായി പരിഗണിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകർ വാദിച്ചു. മാത്രമല്ല, ഇതിനു മുൻപ് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് ബംഗാളിലാണെന്നും അവിടെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ജയിലിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ
ധരിപ്പിച്ചു. എന്തായാലും 7ഓളം പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള കേസാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. നേരത്തെ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പേരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു കോടതി. 10-11 പ്രതികളായ ദിനീത്, രേവന്ത് എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിധി പറയാനിരിക്കുകയായിരുന്നു. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ ഒളിവിൽ പോകാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാർ വാദിച്ചത്. ED ഉദ്യോഗസ്ഥർ അവരുടെ ജുഡീഷ്യൽ അധികാരത്തിന്റെ ഭാഗമായാണ് പരിശോധനയ്ക്ക് എത്തിയതെന്നും അതിനെയാണ് പ്രതികൾ തടഞ്ഞതെന്നും EDയുടെ അഭിഭാഷകനും വാദിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴാണ് വാഹനം അടിച്ച് തകർക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആക്രമണമുണ്ടായത്. കേസിൽ ഉൾപ്പെട്ട പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു.